ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിസസ് എന്ന ചാപ്റ്ററിലെ മിസിലിനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 13, ക്വസ്റ്റ്യൻ നമ്പർ 14, ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഈ മൂന്നും ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാം. ഒപ്പം തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്പർ 13 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ ഈസ് സച്ച് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ ഐ ദെൻ. അതായത് എ എന്നൊരു മെട്രിക്സും ഇവിടെ തന്നിട്ട് ഉണ്ട്, എ സ്ക്വയർ ഈക്വൽ ടു ഐ എന്നൊരു കണ്ടീഷനും ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ 4 ഓപ്ഷൻസിലത്തെ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ എങ്കിൽ ആ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ 1 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0. സെക്കൻഡ് ഓപ്ഷൻ 1 മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0. തേർഡ് ഓപ്ഷൻ 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0. ഫോർത്ത് ഓപ്ഷൻ 1 പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ എന്താണോ തന്നിരിക്കുന്ന കണ്ടീഷൻസ് എങ്കിൽ അതൊന്ന് എടുത്തെഴുതാം. ഇവിടെ എ എന്നൊരു മെട്രിക്സും തന്നിട്ടുണ്ട്, കണ്ടീഷൻ തന്നിരിക്കുന്നത് എ സ്ക്വയർ ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയർ ആണ്. എ സ്ക്വയറിനെ എന്തെഴുതാം? എ ഇൻറ്റു എ എന്ന് എഴുതാം. ഇനി എ എന്ന മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു എ എന്ന മെട്രിക്സിൻ്റെ പ്ലേസിൽ എഴുതേണ്ട എലമെൻറ്റ്സ് ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ ഇൻറ്റു നെക്സ്റ്റ് മെട്രിക്സിലും സെയിം എലമെൻറ്റ്സ് തന്നെ നമുക്ക് എഴുതാം, ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ. ഇനി 2 മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ എടുത്തിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എടുത്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 2 എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എടുക്കുമ്പോൾ ആൽഫ സ്ക്വയർ എന്ന് കിട്ടി, ദെൻ ബീറ്റ ഗാമയാണ്, അപ്പോൾ പ്ലസ് ബീറ്റ ഗാമ എന്ന് എഴുതി. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോൾ എടുക്കുമ്പോൾ ആൽഫ ബീറ്റ ദെൻ ബീറ്റ ഇൻറ്റു മൈനസ് ആൽഫ എന്ത് കിട്ടി? മൈനസ് ആൽഫ ബീറ്റ. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോൾ എടുക്കാം, ഗാമ ആൽഫ, ആൽഫ ഗാമ എന്ന് എഴുതി, മൈനസ് ആൽഫ ഗാമ എന്ന് എഴുതാനായിട്ട് സാധിച്ചു. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോൾ എടുക്കുമ്പോൾ ഗാമ ബീറ്റ എന്ന് എഴുതാം, ഗാമ ബീറ്റ എന്ന് എഴുതി, ദെൻ മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ എന്നുള്ളത് പ്ലസ് ആൽഫ സ്ക്വയർ ആണ്. ഇനി ഈ ഒരു മെട്രിക്സിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് സെയിം തന്നെ നമുക്ക് എഴുതാം, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ എന്ന് എഴുതാം. ദെൻ സെക്കൻഡ് എലമെൻറ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 എലമെൻറ്റ്സും ആൽഫ ബീറ്റയാണ്, അതിൻ്റെ ഇടയിൽ മൈനസ് നിൽക്കുന്ന കാര്യം ദാറ്റ് എലമെൻറ്റ് 0 ആയി. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് സെയിം തന്നെ 0 എന്ന് കിട്ടി. ലാസ്റ്റ് എലമെൻറ്റ് എന്തായിരിക്കണം? ഗാമ ബീറ്റ പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന മെട്രിക്സ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഏതാണ്? ഒരു കണ്ടീഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എ സ്ക്വയർ ഈക്വൽ ടു ഐ ആണ്. എ സ്ക്വയർ ഈക്വൽ ടു ഐയിൽ എ സ്ക്വയറിൻ്റെ മെട്രിക്സും ഐ എന്ന മെട്രിക്സും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സ്ക്വയർ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ 0 ഗാമ ബീറ്റ പ്ലസ് ആൽഫ സ്ക്വയർ ആണ്. ദാറ്റ് ഈക്വൽ ടു ഐ എന്ന മെട്രിക്സ് ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എ എന്ന മെട്രിക്സ് 2x2 ഓർഡറുള്ള മെട്രിക്സ് ആയതുകൊണ്ട് ഐ എന്ന മെട്രിക്സിലത്തെ എലമെൻറ്റ്സും 2x2 ഓർഡറുള്ള എലമെൻറ്റ്സ് ആയിരിക്കണം. 1 0 0 1 എന്ന് എഴുതി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 മെട്രിസസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കണം? കറസ്പോണ്ടിങ് എലമെൻറ്റ്സും അവിടെ ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണ്, അപ്പോൾ അതുകൊണ്ട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഈക്വൽ ടു 1 എന്ന് എഴുതാം. സെക്കൻഡ് എലമെൻറ്റ് രണ്ടും 0 ആണ്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് രണ്ടും 0 ആണ്. ലാസ്റ്റ് എലമെൻറ്റ് ഗാമ ബീറ്റ പ്ലസ് ആൽഫ സ്ക്വയറും എന്തിന് ഈക്വൽ ആയിരിക്കണം? ഈ 1ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കിട്ടിയ 2 ഇക്വേഷൻസും സെയിം തന്നെയാണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഈക്വൽ ടു 1 തന്നെയാണ് 2 ഇക്വേഷൻസിലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ് നിൽക്കുന്നത്. ലെഫ്റ്റിലുള്ള 2 ടേംസ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 2 മൈനസ് ആയി. അപ്പോൾ 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ആൻസർ നമുക്ക് ഓപ്ഷൻസിൽ ഏതാണ് ഉള്ളതെങ്കിൽ അതായിരിക്കണം നമ്മുടെ കറക്റ്റ് ആൻസർ. 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഓപ്ഷൻസിൽ അത് എവിടെയാണ് നമുക്ക് നോക്കാം.
ഫസ്റ്റ് ഓപ്ഷൻ ആണോ, സെക്കൻഡ് ഓപ്ഷൻ ആണോ, തേർഡ് ഓപ്ഷൻ ആണോ, ഫോർത്ത് ഓപ്ഷൻ ആണോ? ഇവിടെ സിയിലാണ് 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0 നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കണം? ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആയിരിക്കും. അതായത് 1 മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ ഈക്വൽ ടു 0 ആണ് ഇവിടെ കിട്ടിയ നമ്മുടെ ആൻസർ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈസ് ബോത്ത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ദെൻ, അതായത് എ എന്ന മെട്രിക്സ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എ ഈസ് ഡയഗണൽ മെട്രിക്സ്, സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എ ഈസ് എ സീറോ മെട്രിക്സ്, തേർഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്, ഫോർത്ത് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇതിലത്തെ ഏതാണോ കറക്റ്റ് ആൻസർ എങ്കിൽ നമുക്കത് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ എന്ന മെട്രിക്സ് എന്താണെന്ന് തന്നിരിക്കുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്, ഒപ്പം തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഈ 2 കണ്ടീഷൻസാണ് എ എന്ന മെട്രിക്സിലൂടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും? എ എന്നൊരു മെട്രിക്സ് സിമെട്രിക് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ഈക്വൽ ടു എ ഡാഷ് ആയിരിക്കണം. അതേപോലെ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എ ഡാഷ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കണം. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് എ ഡാഷ് എ ഈക്വൽ ടു എ ഡാഷ് ആണെങ്കിൽ എന്താവുള്ളൂ? സിമെട്രിക് മെട്രിക്സും എ ഡാഷ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിലാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവുക. അപ്പം ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ രണ്ടും ആണ്, സിമെട്രിക് ആണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. എ ഉള്ളത് ഡയഗണൽ മെട്രിക്സ് ആണ്, ബി തന്നിരിക്കുന്നത് സീറോ മെട്രിക്സ് ആണ്, സി ഓപ്ഷൻ തന്നിരിക്കുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഡി ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത് നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു മെട്രിക്സ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ അത് സ്ക്വയർ മെട്രിക്സ് ആവാം. പക്ഷേ ഇവിടെ എ ഡാഷ് ഈക്വൽ ടു മൈനസ് എ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവണമെങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ് ആവാം. സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക് മെട്രിക്സ് ആവണമെങ്കിൽ എ എന്നുള്ളത് സ്ക്വയർ മെട്രിക്സ് ആവാം, പക്ഷേ അത് രണ്ടും ഒരുമിച്ച് സെയിം ആയിട്ട് വരില്ല. അപ്പോൾ ഇവിടെ ഡയഗണൽ മെട്രിക്സ് ആവില്ല, സ്ക്വയർ മെട്രിക്സ് ആവില്ല. അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? ഇനി സീറോ മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ എ എന്ന മെട്രിക്സ് സീറോ മെട്രിക്സ് ആയാൽ എന്തൊക്കെ കിട്ടും? എന്തൊക്കെ കണ്ടീഷൻസ് നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും? സീറോ മെട്രിക്സ് ആയാൽ എ ഡാഷും ഇവിടെ സീറോ മെട്രിക്സ് തന്നെയായിരിക്കും. അപ്പോൾ എ ഡാഷ് ഈക്വൽ ടു മൈനസ് എ എടുത്താലും അതെന്ത് തന്നെയായിരിക്കും? സീറോ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക? ആൻസർ ഇവിടെ കിട്ടേണ്ടത് ബി ആയിരിക്കണം. അതായത് എ എന്നൊരു മെട്രിക്സ് സീറോ മെട്രിക്സ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എ എന്നൊരു മെട്രിക്സ് സിമെട്രിക്കും ഒപ്പം തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആവുള്ളൂ. ഇനി ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 15 നമുക്ക് നോക്കാം. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് സച്ച് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു എ ദെൻ ഐ പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a ഈസ് ഈക്വൽ ടു. ഓപ്ഷൻസ് ഇവിടെ 4 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ, സെക്കൻഡ് ഓപ്ഷൻ ഐ മൈനസ് എ, തേർഡ് ഓപ്ഷൻ ഐ, ഫോർത്ത് ഓപ്ഷൻ 3a. അതായത് എ എന്നുള്ളത് എങ്ങനെയുള്ള മെട്രിക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ കണ്ടീഷൻ ഇവിടെ തന്നിരിക്കുന്നത് എ സ്ക്വയർ ഈക്വൽ ടു എ ആണ്. അങ്ങനെയെങ്കിൽ ഐ പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് ചൂസ് ചെയ്തിട്ട് ഏത് ഓപ്ഷൻ എങ്കിൽ ആ ഓപ്ഷൻ്റെ ആൻസർ നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ എന്നൊരു മെട്രിക്സ് ഇവിടെ സ്ക്വയർ മെട്രിക്സും തന്നിട്ടുണ്ട്. കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്താണ്? എ സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ എ ആണ് ഇവിടെ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഐ പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a എന്താണെന്ന് കണ്ടുപിടിക്കണം. ഐ പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഐ പ്ലസ് എ ഹോൾ ക്യൂബിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താണ്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് എ ക്യൂബ് ബി ക്യൂബ്. അതായത് എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബാണ് എ പ്ലസ് ബി ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ സ്മോൾ എയുടെ പ്ലേസിൽ ക്യാപിറ്റൽ ഐയും സ്മോൾ ബിയുടെ പ്ലേസിൽ ക്യാപിറ്റൽ എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ പ്ലസ് എ ഹോൾ ക്യൂബ് എന്താണെന്നുള്ളത് ഈ ഒരു ജനറൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. ഐ പ്ലസ് എ ഹോൾ ക്യൂബ് ഈക്വൽ ടു
എ ക്യൂബ്, അതായത് ഐ ആണ് എയുടെ പ്ലേസിൽ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായി മാറി അത്? ബിയുടെ പ്ലേസിൽ ഇവിടെ എന്താ ക്യാപിറ്റൽ എ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഐ ക്യൂബ് പ്ലസ് 3i², ബിയുടെ പ്ലേസിൽ ക്യാപിറ്റൽ എ കൊടുത്തു, 3i² പ്ലസ് 3ia² പ്ലസ് ബി ക്യൂബിൻ്റെ പ്ലേസിൽ എന്ത് വരും? എ ക്യൂബ് വരും. അപ്പോൾ ഇതാണ് ഐ പ്ലസ് എ ഹോൾ ക്യൂബ് നമുക്ക് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഇവിടെ ഐ പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a ആണ്. അപ്പോൾ ഐ പ്ലസ് എ ഹോൾ ക്യൂബിൻ്റെ പ്ലേസിൽ ഇത്രയും ടേംസ് കൊടുത്തു. ഐ ക്യൂബ് പ്ലസ് 3i² പ്ലസ് 3ia² പ്ലസ് എ ക്യൂബ് മൈനസ് 7a എന്ന് പറയാം. ഇനി ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ ക്യൂബ് ആയാലും ഐ ആയാലും സെയിം ആണ്. അപ്പോൾ അവിടെ ഐ എന്ന് കൊടുക്കാം. പ്ലസ് 3 ഇൻറ്റു i². i² എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ 3a മാത്രമേ നമുക്ക് അവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ, ഐ എന്നുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട്. പ്ലസ് ഇനി 3ia² ആണ്. a² എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. a² എന്തിന് ഈക്വലാണ്? എക്ക് ഈക്വലാണ്. അപ്പോൾ 3a² എന്ന് ആദ്യം നമുക്ക് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ ആയിട്ട് ചേഞ്ച് ചെയ്യാം. എ ക്യൂബിനെ a² ഇൻറ്റു എ എന്ന് എഴുതാം, മൈനസ് 7a എന്ന് എഴുതാം. അപ്പോൾ ദർഫോർ ദിസ് ഈക്വൽ ടു ഐ പ്ലസ്, ഐയുടെ പ്ലേസിൽ ഐ തന്നെ എഴുതാം, പ്ലസ് 3a പ്ലസ് 3a² ആണ്. a²നെ എ ആയിട്ട് എഴുതാം, കാരണം ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് a² ആണ് എ. പ്ലസ് എഗെയിൻ a²ൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് എഴുതാം? എ എന്ന് എഴുതാം, എ ഇൻറ്റു എ എന്ന് വരും, മൈനസ് 7a ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ a² പ്ലേസിൽ എ എഴുതി, എ ഇൻറ്റു എ മൈനസ് 7a എന്ന് എഴുതാനായിട്ട് സാധിച്ചു. സോ ദിസ് ഈക്വൽ ടു ഐ പ്ലസ് 3a പ്ലസ് 3a പ്ലസ് ഇവിടെ എ ഇൻറ്റു എ എന്താണ്? a² ആണ്, മൈനസ് 7a എന്ന് എഴുതാം. സോ ദിസ് ഈക്വൽ ടു ഐ പ്ലസ് 3a പ്ലസ് 3a പ്ലസ് a² ആണ്. a²ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് a² ഈക്വൽ ടു എ ആണ്, അപ്പോൾ മൈനസ് 7a. സോ ദിസ് ഈക്വൽ ടു ഐ പ്ലസ് എന്താണ്? 3a പ്ലസ് 3a പ്ലസ് എ. ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 7a എന്നാണ് കിട്ടുക. 7a മൈനസ് 7a എന്ന് കിട്ടി. ഇനി ഇവിടെ എന്താണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7a നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഐ മാത്രമേ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നുള്ളൂ. ഇനി ഐ എന്ന ഈ ഒരു മെട്രിക്സ് ഓപ്ഷനിൽ ഏതാണോ അതാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? എ ആണ് ഇവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്തായിരുന്നു? ഐ മൈനസ് എ ആയിരുന്നു. തേർഡ് ഓപ്ഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ ഐ ആയിരുന്നു. ഫോർത്ത് ഓപ്ഷൻ എന്തായിരുന്നു? 3a ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ ഐ ആണ്. അപ്പോൾ ഏതായിരിക്കണം ഈ ഓപ്ഷനിൽ നിൽക്കേണ്ടത്? സി എന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആൻസർ ഇവിടെ എന്തായിരിക്കണം? സി ആണ്, അതായത് ക്യാപിറ്റൽ ഐ എന്ന മെട്രിക്സ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് മിസ്സെല്ലിനിയസ് എക്സസൈസിലുള്ളത്. ലാസ്റ്റ് 3 പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇവിടെ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. എക്സസൈസ് 3.1, 3.2, 3.3, 3.4 അതേപോലെ മിസ്സെല്ലിനിയസ് എക്സസൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക്